കുൽസിതം ചെസ് നമ്പർ 3. കഴിഞ്ഞ ആഴ്ച മുഴുവനും ലക്ഷ്മി മറ്റേ ഒനീലിന്റെ വിഷയമായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോയി. അതിന് മുമ്പത്തെ പ്രാവശ്യം അനുവിന്റെ വക ഗിസയിലും ആരനായിട്ടുള്ള വിഷയമായിരുന്നു. ഇതപ്പോൾ വന്നേക്കണു ഷാനവാസിന്റെ സംഭവം. അതായത് എന്താണ് ആക്ച്വലി ഇതിനകത്ത് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ലിറ്ററലി. പക്ഷെ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, നെവിനെ എനിക്ക് ഫ്രണ്ട് എന്ന് പറയാം. കാരണം നെവിന്റെ ഇന്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. നെവിനായിട്ട് ഒരു 6-7 മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം പോഡ്കാസ്റ്റിന് ഇതിന് ബിഗ് ബോസിൽ പറഞ്ഞിട്ട് തലേ ദിവസമാണ് ഞങ്ങൾ മീറ്റ് ആക്കിയതും ഇന്റർവ്യൂ എടുക്കുകയും പോവുകയൊക്കെ ചെയ്തത്. അപ്പം ഇവിടെ എനിക്ക് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഷാനവാസ് നുണ പറയുന്നു അല്ലെങ്കിൽ നെവിൻ നുണ പറയണമെന്നല്ല ഞാൻ പറയുന്നത്. ആക്ച്വലി ഈ ഒരു സാധനം നല്ല രീതിക്ക് ബാക്ക് ഫെയർ ചെയ്യും. കാരണം 18+ ആയിട്ടുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി ബിഗ് ബോസ് എന്നുള്ള അവസ്ഥയെ. കാരണം വേറൊരു സാധനം കൂടി വന്നിട്ടുണ്ട്, റെന ഫാത്തിമയുടെ ആരും കയറി കിടന്ന കാര്യം. അപ്പോൾ തൊട്ടു പിടിച്ചു മാന്തി കിടന്നു. കുൽസിതം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, ഒള്ളി കുൽസിതം. ഇപ്പൊ ഈ വീക്കിലേക്ക് ലാലേട്ടനുള്ള സംഭവമാണ് ഈ പറഞ്ഞ മാതിരി നെവിന്റെ നേരെ ഷാനവാസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഷാനവാസ് ആസ് എ പേഴ്സൺ ഇതാണ് നെവിൻ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു പ്രേക്ഷക, ഒരു ഒബ്സർവർ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയുന്നു നെവിൻ എങ്ങനെ ചെയ്തു എന്ന് പറയുന്നില്ല. പക്ഷേ അവിടെ മറ്റേ ആദില പറയുന്നുണ്ട് പ്രവീണോടും നെവിൻ മോശമായിട്ട് സംസാരിച്ചു എന്നുള്ളത്. പ്രവീൺ ഇതിനുള്ള മറുപടി പ്രവീൺ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രവീൺ തരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവീൺ ഇപ്പൊ പുറത്താണ്. പ്രവീൺ ആരെയും പേടിക്കണ്ട, ഡീസന്റ് ആയിട്ട് പ്രവീൺ ഈ കാര്യം പറയാം. നീറ്റായിട്ടും പ്രവീണിന്റെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ വെച്ച് എന്താ മിണ്ടാഞ്ഞെന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഇത് ബോയ്സ് മാറ്റർ ആണ്. ഓഫ് കോഴ്സ് ഇത് ബോയ്സ് മാറ്റർ ആണ്. നെവിനെ സംബന്ധിച്ചിടത്തോളം നെവിന്റെ ജെൻഡർ, നെവിൻ അല്ലെങ്കിൽ ആ ഒരു സെക്ഷുവാലിറ്റി, ആ ഒരു സംഭവം അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. അതൊന്നും വിഷയമല്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വെളിപ്പെടുത്തണ്ടെന്നൊക്കെയുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് പറഞ്ഞേ പറ്റൂ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, അതിൽ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. പിന്നെ ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നുണ പറയേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഷാനവാസ് ഓൾറെഡി ഇപ്പൊ അഭിശ്രീ പറയുന്നുണ്ട് ഇത് എന്തുകൊണ്ട് അപ്പ പറഞ്ഞില്ല എന്നുള്ളത്. അത് പറയാൻ പറ്റാതെന്ന് വെച്ചാൽ പുള്ളി അവിടെ പറയുന്നുണ്ട് എനിക്കിത് പറയാൻ പറ്റില്ല, എനിക്കിത് അങ്ങനെ എല്ലാവരും മുന്നിൽ വെച്ച് പറയാൻ പറ്റില്ല. മേ ബി പുള്ളി കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് ബിഗ് ബോസിനോട് സംസാരിക്കുമായിരിക്കും. കാരണം അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട്, ഒരു കുടുംബം ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ബോയ്സിന് അങ്ങനെയാണ്, ബോയ്സ് അങ്ങനെ ഒരു അറ്റാക്ക് വരുമ്പോൾ അത് അങ്ങനത്തെ രീതിയിൽ ഇപ്പോൾ ഓപ്പൺ അപ്പ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ ആൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇവർ ഒരുമിച്ചാണ് കിടന്നിരുന്നത്, പക്ഷെ ഇവർ കുറെ ആയിട്ട് മാറി കിടന്നു. അതേപോലെ തന്നെ നെവിനോടും പറഞ്ഞിട്ട് ഇമാതിരി പരിപാടി കാണിക്കാൻ നിൽക്കരുത് എന്നുള്ളത്. അപ്പം ഇന്നലത്തെ ഒരു സംഭവം, ഇപ്പൊ ഈ കിച്ചന്റെ കാര്യമാണെങ്കിലും ചെറിയൊരു മല്ലിയിലയുടെ കേസാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും, മല്ലിയില ചെറുതാണെങ്കിലും ബിഗ് ബോസിൽ വലുതാണ്. അങ്ങനെ നെവിൻ കയറി എടുത്തിട്ടുണ്ടെങ്കിൽ അനുമോള് നോ പറഞ്ഞപ്പോൾ നെവിൻ അവിടെ നിന്ന് മാറണമായിരുന്നു. ഇപ്പൊ നെവിൻ അത് എടുത്തു. അതിന്റെ പുറകെ വേറെ ആൾ പോയിട്ട് 2 നുള്ളു പഞ്ചസാര എടുത്തു, ഒരു തുള്ളി വെളിച്ചെണ്ണ എടുത്തു, ഒരു മറ്റേ മഞ്ഞപ്പൊടി എടുത്തു. അങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരും. അപ്പൊ അതിനകത്ത് ഓവർ ആക്ട് ചെയ്തതാണ്. കാരണം ഞാൻ പറഞ്ഞു ഇതിനു മുമ്പ് ഗെയിം കുറച്ച് കൂടുന്നുണ്ട് നെവിന്റെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ പോയപ്പോൾ മീശമാധവൻ സ്റ്റൈലും മോഷണവും കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് സ്ട്രാറ്റജി മാറി. അപ്പോ ഇതിപ്പോ നെവിൻ ഒരു കാർഡാക്കി എടുത്തിരിക്കുകയാണ്. പക്ഷെ പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് ലൈക്ക് ആ ഒരു വർത്താനവും സംസാരവും ആറ്റിറ്റ്യൂഡും എല്ലാം കണ്ടിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചീപ്പ് സാധനം എടുത്തിടേണ്ട കാര്യമില്ല. കാരണം നെവിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. കാരണം എല്ലാവരും മുന്നിൽ വെച്ച് ഇത് പറയാതെ ആരാണോ ചെയ്ത് ആരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഈ സാധനം ഒന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ബിഗ് ബോസിൽ കാണിച്ചിട്ടില്ല. ബിഗ് ബോസ് മുക്കി. പ്രവീണിന്റെയും പല കേസസ് പ്രവീൺ മുക്കി, വീഡിയോസ് മുക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ഉള്ള ടച്ച് മാറ്റർ, മിസ്ബിഹേവ് ചെയ്തു. ആ ഒരു ടച്ച് ബോയ്സിനാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ആ ഒരു ടച്ച് റോങ് ടച്ച് ആണെങ്കിലും പെട്ടെന്ന് മനസ്സിലാവും. അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ആര് പറയുന്നത്, ഷാനവാസ് പറയുന്നത്. അത് ഓൾറെഡി നെവിനോടും പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരും കേക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളതുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഒരു ഇല്ലാത്ത കാര്യം പറയുകയാണെന്ന് പറഞ്ഞിട്ട് കുടുംബക്കാര് അവർ പറയുന്നുണ്ടെങ്കിൽ ഷാനവാസ് ആ ഒരു ചാനൽ നിൽക്കണം, അല്ലെങ്കിൽ കൺഫെഷൻ റൂമിൽ പോയിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസിനോട് മാത്രമായിട്ട് പറയുന്ന രീതിയിൽ കാണിച്ചപ്പോ ഇപ്പൊ ഈ സംഭവങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഇതെല്ലാം കട്ട് ചെയ്തേക്കാണ്. നമ്മളൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഒരു മിസ്ബിഹേവിയും ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പം ആകെ മൊത്തം പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളും എല്ലാം നെവിൻ ചിലപ്പോൾ തമാശയ്ക്കായിരിക്കാം, തമാശയ്ക്കുള്ള പുള്ളിക്ക് കുറച്ച് കുട്ടിത്തം കൂടുതലാണ്. ഇവ ലാലേട്ടം വന്നു കഴിഞ്ഞാൽ നെവിൻ ഭയങ്കര കുട്ടികളെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോ എന്തായാലും ഇപ്പോൾ നെവിന്റെ ഭാഗത്തുനിന്ന് ഒരു കാർഡ് നെവിന്റെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആസ് എ ഗെയിമർ അല്ലെങ്കിൽ അതിനകത്ത് ഒബ്സർവ് ചെയ്യുമ്പോൾ ഷാനവാസിന് അങ്ങനെ വെറുതെ പറയേണ്ട ഒരു ആവശ്യമില്ല. ആൻഡ് ജിഷിൻ പറയുന്നുണ്ട്, ജിഷിൻ പുറത്തുനിന്ന് ഗെയിം കണ്ടുപോയ ഒരാളാണ്. ജിഷിൻ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ നെവിന്റെ കരച്ചിൽ പോലും ഒരു സത്യം തോന്നുന്നില്ല എന്നുള്ളത്. ആൻഡ് പ്രവീൺ ഇതിപ്പോ പുറത്തുനിന്ന് ഈ ഒരു വീഡിയോ കാണുന്ന പ്രവീണും മറുപടി തരണ്ടാണ് അങ്ങനെ നെവിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ മോശം ആക്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. എന്തായാലും ഇതിപ്പോ ഒരു ചെറിയ കാര്യമല്ല, എന്തായാലും ചോദിക്കും. അപ്പൊ ഇന്നലെ ഒരു സംസാരം വന്നപ്പോഴും ഷാനവാസിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും കണ്ടിട്ട്
സംതിങ് ഈസ് ദർ, സംതിങ് ഈസ് ദർ. ഒന്നുമില്ലാതെ വെറുതെ ഒരു, കാരണം ഇപ്പൊ ലക്ഷ്മിക്ക് ഇട്ട് പണി കൊടുത്തത് ഒക്കെ ഷാനവാസ് കണ്ടതാണ്. അപ്പൊ വെറുതെ ഒരു സാധനം ഷാനവാസ് ഇങ്ങനെ എടുത്തിട്ടില്ല. പുള്ളി പറയുന്നുണ്ടെങ്കിൽ ഇത് പേഴ്സണലി പറയാൻ പറ്റില്ല, ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് അപ്പൊ എന്തോ നടന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു വിഷയത്തിൽ നെവിന്റെ അടുത്ത് ഷാനവാസ് ഇങ്ങനെ കയറി റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഉള്ളിലൊരു സാധനം ഉണ്ടാവും. അപ്പോൾ അതിന്റെ മേലെ ഇതും കൂടി ആകുമ്പോൾ ചിലപ്പോൾ ഓവറായിട്ട് റിയാക്ട് ചെയ്തതായിരിക്കും. അനീഷ് പോയിട്ട് ഹഗ് ചെയ്യുകയും ചെയ്തു. അപ്പൊ മേ ബി അനീഷ് ഇത് കണ്ടിട്ടുണ്ടോ, എല്ലാം ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു കയ്യിൽ നിന്ന് എടുത്ത് പറയുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ നെവിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒനീൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒനീലിന് കുറച്ച് സപ്പോർട്ട് കിട്ടി. ലക്ഷ്മി കുറച്ച് കാര്യം പറഞ്ഞപ്പോൾ ലക്ഷ്മി കുറച്ച് സപ്പോർട്ട് കിട്ടി. അനു ഗിസലിന് സപ്പോർട്ട് കിട്ടി. അപ്പൊ ഇതിലൂടെ ഒരു സപ്പോർട്ട് വാങ്ങിക്കാൻ നോക്കുകയാണോ ഏതോ അറിയത്തില്ല. പക്ഷെ ഞാൻ പ്രഥമ ദൃഷ്ടിയാൽ ഒരു ഗെയിമർ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് ഞാൻ കാണുന്നത് ഷാനവാസ് പറയുന്നതിൽ എന്തോ ഉണ്ട്, സംതിങ് ഇസ് ദർ. ആൻഡ് ഇപ്രാവശ്യം ബിഗ് ബോസ് കുറെ കാര്യങ്ങൾ മുക്കിയിട്ടുമുണ്ട്. മുക്കിയതിൽ പ്രവീൺ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സംസാരം കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. വൈ? അത് എഫക്റ്റ് ചെയ്യും ഷോയെ. അപ്പം ഷാനവാസിന്റെ ഭാഗത്താണ് സത്യം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഷാനവാസിന്റെ ഭാഗത്താണോ സത്യം എന്നുള്ളത്, അല്ലെങ്കിൽ നെവിന്റെ ഒരു ഇത് എനിക്കത് അങ്ങോട്ട് പുള്ളി അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങനെ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്.